കേരളത്തിലും മഴ മുന്നറിയിപ്പിൽ ഇപ്പോഴൊരു മാറ്റമുണ്ടായിരിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ മാത്രമല്ല, കേരളത്തിലും ശക്തമായ മഴ പെയ്തിറങ്ങുകയാണ്. അതിൽ പ്രധാനപ്പെട്ടത് വടക്കൻ ജില്ലകളിൽ തന്നെയാണ് മഴ അതിശക്തമായി സംഹാര താണ്ഡവമാടുന്നത്. 6 ജില്ലകളിൽ ഇതിന്റെ ഭാഗമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒഡീഷ തീരത്തിന് സമീപം രൂപപ്പെട്ട ന്യൂനമർദ്ദം ഒഡീഷയ്ക്ക് മുകളിലേക്ക് കരകയറിയിരിക്കുകയാണ്. പുതിയൊരു ന്യൂനമർദ്ദത്തിന് കൂടി സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇന്ന് എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മലപ്പുറം, പാലക്കാട്, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇതിലൂടെ പ്രവചിച്ചിരിക്കുന്നത്. നാളെ ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് താമരശ്ശേരി ചുരം വീണ്ടും അടച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ പ്രദേശത്ത് ഇപ്പോഴും മണ്ണും കല്ലും ഇടിഞ്ഞു വീഴുന്നൊരവസ്ഥയുണ്ട്. ഈ മേഖലയിൽ കനത്ത മഴ തുടർന്നതുകൊണ്ട് വെള്ളം കുത്തിയൊഴുകുന്ന സാഹചര്യമുണ്ട്. ചുരം കവാടം പോലീസ് കയറ് കെട്ടി അടച്ചു. കോഴിക്കോട് ഭാഗത്തു നിന്നും വയനാട്ടിലേക്കുള്ള വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്ത് നിന്നും പോലീസ് കുറ്റ്യാടി വഴി തിരിച്ചുവിടുന്നുണ്ട്. മലപ്പുറം ഭാഗത്തു നിന്നും വയനാട്ടിലേക്ക് പോകുന്നവർ നാടുകാണി ചുരം വഴി തിരിഞ്ഞു പോകണമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. അതുകൂടാതെ പൊതുജനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഈ സാഹചര്യത്തിൽ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ അധികൃതർ നൽകുന്ന നിർദ്ദേശാനുസരണം സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കുക. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും ഈ അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതർ നൽകുന്ന നിർദ്ദേശം എന്താണോ അതനുസരിച്ച് വേണം മാറി താമസിക്കേണ്ടത്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പ് തുറന്നുവെന്ന് ഉറപ്പാക്കണം. പകൽ സമയത്ത് തന്നെ എന്നിട്ട് അങ്ങോട്ടേക്ക് മാറി താമസിക്കുക. അതിനുവേണ്ടി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാം. ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതൽ നടപടി എന്നതിൻ്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നുമൊക്കെ വീണ്ടും അപകടമുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതും ശ്രദ്ധിക്കുക. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള മുന്നറിയിപ്പ് നടപടികൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക. ഒരു കാരണവശാലും ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിൽ ഇറങ്ങി കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്ക് പോകാനോ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യരുത്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ അത്യാവശ്യമല്ലാത്ത യാത്രയൊക്കെ പൂർണ്ണമായും ഒഴിവാക്കണം. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകളും മഴ പൂർണ്ണമായും മാറുന്നതുവരെ ഒഴിവാക്കണം. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേകം ജാഗ്രത പാലിക്കണം. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിച്ചേ മതിയാകൂ. അതിശക്തമായ മഴയുണ്ടാകുന്ന ഘട്ടത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അത് മുന്നിൽ കാണുക. ജലാശയങ്ങൾ കരകവിഞ്ഞൊഴുകുന്ന ഇടങ്ങളിൽ ഒരു കാരണവശാലും വാഹനം ഓടിക്കാനും ശ്രമിക്കില്ല. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യണം. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇന്നാകട്ടെ തെക്കുകിഴക്കൻ അറബിക്കടൽ, മധ്യകിഴക്കൻ അറബിക്കടൽ, അതിനോട് ചേർന്ന വടക്ക് കിഴക്കൻ അറബിക്കടൽ, മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, ആന്ധ്രാപ്രദേശ്, തെക്കൻ ഒഡീഷ തീരങ്ങൾ, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, മധ്യ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും അതുപോലെ മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയും പ്രവചിക്കപ്പെടുന്നുണ്ട്. അതുപോലെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തിറങ്ങിയ ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ഡാമുകളിലെ ജലനിരപ്പും ക്രമാതീതമായി ഉയർന്നിരിക്കുകയാണ്. ഇടുക്കി അടക്കമുള്ള ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ KSEB വൈദ്യുതോൽപാദനവും കൂടുതലായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ 9 ഡാമുകളിൽ ഇന്നലെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കക്കി, മുഴിയാർ, മാട്ടുപ്പെട്ടി, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ, ഷോളയാർ, പെരിങ്ങൽകുത്ത്, ബാണാസുര സാഗർ തുടങ്ങിയ 9 ഡാമുകൾക്കാണ് റെഡ് അലർട്ട് നിലവിലുള്ളത്. പമ്പയിൽ 81%, ഷോളയാറിൽ 99% വരെയും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇടമലയാറിൽ 79% എന്നിങ്ങനെയാണ് ജലനിരപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംഭരണശേഷിയുടെ 73% ഇടുക്കി ഡാമിലെ നിലവിലെ ജലനിരപ്പ്. അതോടെ ഇടുക്കിയിൽ നിന്നും 7.748 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ശബരിഗിരിയിൽ 5.8879 ദശലക്ഷം യൂണിറ്റും മറ്റു ഡാമുകളിലും റൂൾ കർവ് പാലിച്ചുകൊണ്ട് ഉൽപ്പാദനം ക്രമീകരിച്ചു പോവുകയാണ്. മഴ ശക്തമായതോടെ സംസ്ഥാനത്തെ വൈദ്യുത ഉപഭോഗത്തിലും കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്. 82 ദശലക്ഷം യൂണിറ്റാണ് ഈ മാസത്തെ ഇതുവരെയുള്ള ഉയർന്ന പ്രതിദിന ഉപയോഗമെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് ഇത് 76 ദശലക്ഷം യൂണിറ്റിലേക്ക് താന്നിട്ടുണ്ടായിരുന്നു.
അതിൽ 38.68 ദശലക്ഷം യൂണിറ്റും കേരളത്തിൽ ആഭ്യന്തരമായി തന്നെ ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 38.12 ദശലക്ഷം യൂണിറ്റാണ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നത്. പുറത്തുനിന്നും വില കൊടുത്ത് വാങ്ങുന്ന വൈദ്യുതിയേക്കാൾ കൂടുതൽ സംസ്ഥാനത്ത് തന്നെ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. പീക്ക് സമയ പ്രതിദിന ആവശ്യകത നിലവിൽ 4000 മെഗാവാട്ടിൽ താഴെയുമാണ്. ശനിയാഴ്ച ഇത് 3800 മെഗാവാട്ടിലേക്ക് കടന്നിരുന്നു. ഇനി ഇതുവരെയുള്ള കാലവർഷത്തെക്കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ മെയ് 24 മുതൽ ഓഗസ്റ്റ് 17 വരെയുള്ള കണക്കനുസരിച്ച് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്. ഇറിഗേഷൻ ഡേറ്റ അനുസരിച്ച് 3306 മില്ലിമീറ്റർ മഴ പെയ്തിട്ടുണ്ട്. കാസർഗോഡ് 3303 മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തി. എറണാകുളം 2784 മില്ലിമീറ്റർ മഴ, കോഴിക്കോട് 2782, തൃശ്ശൂരിൽ 2450 എന്നിങ്ങനെയാണ് കണക്ക്. ഓഗസ്റ്റ് മാസത്തിൽ, അതായത് 1 മുതൽ 17 വരെ ഏറ്റവും കൂടുതൽ മഴ പെയ്തിറങ്ങിയത് എറണാകുളം ജില്ലയിലാണ്. 450 മില്ലിമീറ്റർ മഴയാണ് ഇവിടെ പെയ്തത്. തൊട്ടു പിന്നാലെ കോട്ടയം 356, തൃശ്ശൂരും ഇടുക്കിയും 349, പത്തനംതിട്ടയിൽ 315 എന്നിങ്ങനെയാണ് മഴ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇനിയുള്ള അടുത്ത ദിവസങ്ങളിലേക്കുള്ള മഴ സാധ്യത പ്രവചനം പങ്കുവച്ചിട്ടുണ്ട്. യെല്ലോ ഓറഞ്ച് അലർട്ടുകളാണ് പങ്കുവച്ചിരിക്കുന്നത്. 18-ാം തീയതി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ തൊട്ട് 204.4 മില്ലിമീറ്റർ വരെ മഴ കിട്ടുമെന്നുള്ളതാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇനി 18-ാം തീയതി മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. 19-ാം തീയതി കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 20-ാം തീയതി കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പറഞ്ഞിരിക്കുന്നത്. ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത. അതായത് 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യം. അതിനെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇനി ന്യൂനമർദ്ദഭാത്തി തന്നെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് മഴ തുടരുമെന്നുള്ള വാർത്തയും ഉണ്ടായിരുന്നു. എന്നാൽ എങ്ങനെയാണ് ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുന്നത്, എങ്ങനെ ഉണ്ടാകുന്നു? ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുൻപുള്ള ഒരു കാറ്റിന്റെ കറക്കമുണ്ട്. അതിനെയാണ് ചക്രവാത ചുഴി എന്ന് പറയുന്നത്. ന്യൂനമർദ്ദം ഒരർത്ഥത്തിൽ കാറ്റിന്റെ ഒരു കറക്കമായി നമുക്ക് പറയാൻ സാധിക്കും. കാറ്റിന്റെ ശക്തി കുറഞ്ഞൊരു കറക്കം, അതിനെ ചക്രവാത ചുഴി എന്ന് പറയും. മർദ്ദവ്യതിയാനം കാരണം ചാക്രിക രീതിയിൽ കാറ്റ് കറങ്ങുന്നതിനെയാണ് ചക്രവാത ചുഴിക്ക് ഇടയാക്കുന്നത്. അന്തരീക്ഷത്തിൽ പല ദിശയിൽ സഞ്ചരിക്കുന്ന കാറ്റ് മർദ്ദവ്യത്യാസം അനുസരിച്ച് ചക്രം പോലെ കറങ്ങും. ഘടികാര ദിശയിലും എതിർ ഘടികാര ദിശയിലും ഈ കറക്കം ഉണ്ടാകും. ഭൂമിയുടെ ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഇത് ഘടികാര ദിശയിലും ഉത്തരാർദ്ധത്തിൽ ഇത് എതിർ ഘടികാര ദിശയിലുമാണ് ഉണ്ടാവുക. ഭൂമിയുടെ കറക്കം കൊണ്ടുണ്ടാകുന്ന കോറിയോളിസിസ് ബലമാണ് അർദ്ധഗോളങ്ങളിൽ ഇത്തരം വിപരീത ദിശകളിൽ ചക്രവാത ചുഴിക്ക് ഇടയാക്കുന്നത്. ചക്രവാത ചുഴി ശക്തിപ്പെട്ടാൽ അത് ന്യൂനമർദ്ദമായി രൂപം പ്രാപിക്കും. പക്ഷേ എല്ലാ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദമാകണമെന്നില്ല. ചക്രവാത ചുഴി ന്യൂനമർദ്ദമാവുകയും അത് പിന്നീട് ഡിപ്രഷനായി, അതായത് തീവ്ര ന്യൂനമർദ്ദമാവുകയും പിന്നീട് ഡീപ്പ് ഡിപ്രഷനായി, അതായത് അതിതീവ്ര ന്യൂനമർദ്ദമാവുകയും ചെയ്താൽ മാത്രമേ ചുഴലിക്കാറ്റായി അത് രൂപപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ശ്രദ്ധയോടുകൂടി ചില നിർദ്ദേശങ്ങൾ നോക്കിക്കാണേണ്ടതുണ്ട്. ഈ മഴക്കാലത്ത് ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ദുരന്ത സാധ്യതാ മേഖലകളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കണം. എന്നിട്ട് പകൽ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മാറി താമസിക്കുക. അതിനുവേണ്ടി തദ്ദേശ സ്ഥാപന, റവന്യൂ അധികാരികളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പുലർത്തണം. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കുക. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.